ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമുക്കറിയാം ഹ്യുണ്ടായി ഇന്ത്യയിൽ സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ ലോഞ്ച് ചെയ്യുന്ന 2020 പക്ഷേ അതിനുശേഷം ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർ ആ വാഹനത്തെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ 7 സീറ്റർ വേർഷനായ എൽക്കസാറും ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ എൽക്കസാറും ക്രെറ്റ നമ്മൾ ഡിസൈനിൻ്റെ ഡിഫറൻസിയേഷൻ വളരെ കുറവാണ്. ഫ്രണ്ടിലൊക്കെ വളരെ സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ്. അകപ്പാടെ ഫോഗ് ലാംപ്സിൻ്റെ ഹൗസിങ്, പിന്നെ ഗ്രില്ലിൽ വരുന്ന കുറച്ച് ഫിനിഷ്, അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ അവിടെയാണ് കുറച്ചെങ്കിലും മെയിനായിട്ട് ഡിഫറൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. ബാക്കി സൈഡിലത്തെ ഡോറ്, അതുപോലെ ഇൻറ്റീരിയർ ഡിസൈൻ, കളർ തീം മാത്രം ഡിഫറൻ്റ് ആയിരുന്നു. അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ക്രെറ്റ വേഴ്സസ് എൽക്കസാർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ പുതിയ എൽക്കസാർ ഫേസ് ലിഫ്റ്റിൻ്റെ ടെസ്റ്റിംഗ് ഹ്യുണ്ടായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് നോക്കിയാൽ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് പുതിയ ഡിഫറൻസിയേഷൻ വന്നിരിക്കുന്നതെന്ന്. സോ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ഇപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ അടുത്ത് വന്ന് ക്രെറ്റ ഫേസ് ലിഫ്റ്റ് ബേസ്ഡ് ആയതുപോലെ തന്നെ തോന്നും. ആക്ച്വലി ക്രെറ്റയ്ക്ക് ഫേസ് ലിഫ്റ്റ് കിട്ടിയതുകൊണ്ടാണ് ഈ വാഹനത്തിനും ഫേസ് ലിഫ്റ്റ് കിട്ടുന്നത്, സ്വാഭാവികം, അതിപ്പോൾ നമുക്കറിയാലോ. പക്ഷേ എന്നാൽ ഡിസൈൻ ആസ് സച്ച് വളരെ സിമിലർ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ വരുന്ന ആ DRLs ആണെങ്കിലും അതുപോലെ താഴത്ത് വരുന്ന ഇൻസേർട്സ് ആണെങ്കിലും പിന്നെ ഗ്രില്ലിൻ്റെ ഡിസൈനൊക്കെ ഒബ്വിയസ്ലി വ്യത്യാസം ഉണ്ടാവും. അത് നേരത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. കറക്റ്റ് ആ ഒരു സെയിം ഫേസ് അല്ല അവർ ഇതിന് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം. ലൈറ്റായിട്ട് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ADASൻ്റെ സെൻസർ കാണാൻ പറ്റും. ഓർ റഡാർ, ആ സംഭവം അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റത്തിൻ്റെ അത് ക്രെറ്റയിൽ വന്നു, പക്ഷേ ഇതുവരെ എൽക്കസാറിൽ ഇല്ലായിരുന്നു. തീർച്ചയായും ഈ ഫേസ് ലിഫ്റ്റോട് കൂടി നമുക്കത് കിട്ടും. ആൻഡ് അത് അവർ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിൽ പറയാൻ പറ്റുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ മെയിൻ ഡിഫറൻസ് തീർച്ചയായും അലോയ് വീൽസിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ എൽക്കസാറിൽ വരുന്ന ഡിസൈൻ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡിസൈനാണ്. പക്ഷേ ഇപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യുന്ന മോഡലിൻ്റെ ഡിസൈൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. മൾട്ടി സ്പോക്ക് വീൽസാണ്, ഡയമണ്ട് കട്ട് ഫിനിഷിലാണ് വരുന്നത്. അതിൻ്റെ സൈസ് എനിക്ക് കണ്ടിട്ട് അത്യാവശ്യം നല്ല വലിപ്പം തോന്നുന്നുണ്ട്. ഇപ്പോൾ എൽക്കസാറിൽ വരുന്നത് 18 ഇഞ്ച് വീൽസ് ആണ്. ഒരു പക്ഷേ ഇത് 19 ഇഞ്ച് ആയേക്കാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ എന്നാൽ ഒരു 50% ആണ്. ചിലപ്പോൾ അവർ 18 ഇഞ്ച് തന്നെ വെച്ച് സ്റ്റിക്ക് ഓൺ ചെയ്തേക്കാം. കാരണം 19 ഇഞ്ച് ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് വരും റൈഡ് ക്വാളിറ്റിയിലൊക്കെ. പിന്നെ ക്രെറ്റയിലും അവരിപ്പോൾ ആക്ച്വലി 18 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നോർമൽ ക്രെറ്റയിലല്ല, ക്രെറ്റ എൻലൈനിൽ 18 ഇഞ്ച് അവൈലബിൾ ആണ്. സാധാരണ ക്രെറ്റ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പോഴും അവർ 17 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. സെൽട്ടോസിൽ ആക്ച്വലി പണ്ട് സെൽട്ടോസ് എക്സ് ലൈനിൽ മാത്രമേ 18 ഇഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സെൽട്ടോസ് ഫേസ് ലിഫ്റ്റിൽ അവർ നോർമൽ സെൽട്ടോസ് GT ലൈനിൽ ഇപ്പോൾ 18 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് 19 ഇഞ്ച് ആക്കാം എൽക്കസാറിൽ. എനിവേ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ട്. ബാക്കി സൈഡിൽ അങ്ങനെ ഭയങ്കര വലിയ വ്യത്യാസങ്ങളൊന്നും കാണാനില്ല. നമ്മളിപ്പം ക്രെറ്റ ഫേസ് ലിഫ്റ്റിലാണെങ്കിലും പറഞ്ഞ കാര്യം തന്നെയാണ്. അവർ സൈഡ് പ്രൊഫൈൽ ഓൾമോസ്റ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ വെച്ചിരിക്കുകയായിരുന്നു, അലോയ്സിൻ്റെ ഡിസൈൻ ഒഴികെ. ഈ വാഹനത്തിലും അപ്പോൾ അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ബേസിക്കലി രണ്ടും സെയിം വണ്ടികൾ തന്നെയാണ്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഡിസൈൻ നമ്മൾ ഇപ്പോൾ കിട്ടുന്ന എൽക്കസാർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇനി ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും ഡിഫറൻസ് ഉണ്ട്. കാരണം ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത് വെർട്ടിക്കൽ ഷേപ്പിലിരിക്കുന്ന ടെയിൽ ലാംപ്സ് ആണ്. അത് ബൂട്ടിലേക്ക് കുറച്ച് എക്സ്റ്റൻഷൻ കാണുന്നുണ്ട്. അതിനിപ്പോൾ അവരെങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഇതിപ്പോൾ പെട്ടെന്ന് കാണുമ്പം എവിടേക്ക് ഒരു L ഷേപ്പ് പോലെ തോന്നും. പക്ഷേ ക്രെറ്റയിൽ അങ്ങനെയല്ല. ക്രെറ്റയിൽ നമുക്കിപ്പം കൈൻഡ് ഓഫ് ഒരു മൊത്തത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ് കിട്ടുന്നത്. ആൻഡ് അത് ഹൊറിസോണ്ടൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. താഴത്തേക്കുള്ള എക്സ്റ്റൻഷൻ ഒന്നും അതിൻ്റെ അകത്ത് അങ്ങനെ വരുന്നില്ല. ഒരുപക്ഷെ ഈ വാഹനത്തിൽ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിപ്പോഴത്തെ ഒരു ഡിഫോൾട്ട് സംഭവമാണല്ലോ. ഏത് വണ്ടി എടുത്താലും ടെയിൽ ലാംപ്സ് കണക്റ്റഡ് ആയിരിക്കണം, എന്നാലും വണ്ടി മോഡേൺ ആവുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയാണ്. പിന്നെ ഇതിൻ്റെ താഴത്തായിട്ട് നമുക്ക് ഡ്യുവൽ ടിപ്പ് എക്സോസ് പൈപ്പ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു മെറ്റാലിക് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. അത് പ്രൊഡക്ഷനിലേക്ക് വരുമ്പം ഉണ്ടായാൽ വളരെ നല്ലതായിരുന്നു. ചിലപ്പോൾ അവർ ടർബോയ്ക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നതായിരിക്കും അത്. ഇനി ബാക്കി ആസ് എ ഹോൾ റിയർ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ ഭയങ്കര വലിയ മാറ്റങ്ങളൊന്നും പ്രൊപ്പോർഷൻസിൽ പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെയാണ് നമുക്ക് ഇവരുടെ ഫേസ് ലിഫ്റ്റിൽ ഇപ്പോൾ പൊതുവെ കാണാൻ പറ്റുന്നത്. അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തായാലും പെട്ടെന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം ഹെഡ്ലൈറ്റ്സിലായാലും അതുപോലെ ടെയിൽ ലൈറ്റ്സിലായാലും ഒക്കെ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് റിസംബ്ലൻസ് പണ്ടത്തെ എൽക്കസാറിലുള്ള പോലെ ഉണ്ടെങ്കിലും റിയർ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. മൊത്തത്തിലൊന്ന് റീഡിസൈൻ ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ക്രെറ്റയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ പറയാൻ പറ്റുന്നത്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് അവിടെ അതിൻ്റെ പ്രത്യേകിച്ച് സ്പൈ ഷോട്ട്സോ അല്ലെങ്കിൽ വേറെ ഡീറ്റെയിൽസോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ പൊതുവേ ഉള്ള ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ മിക്കവാറും സെയിം ആയിരിക്കും തന്നെയാണ് ചാൻസ്. ഹ്യുണ്ടായി എങ്ങനെയാണ് നേരത്തെ ചെയ്തിട്ടുള്ളത്. ഈവൻ അവർ ഗ്രാൻഡായിട്ട് ന്യൂസ് ബേസ് ചെയ്ത് എക്സ്റ്റർ ഇറക്കിയപ്പോഴും അതിൻ്റെ ഇൻറ്റീരിയർ സെയിം ആക്കിയാണ് വെച്ച്. കളർ തീം മാത്രമേ വ്യത്യാസം വരുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വണ്ടിയുടെ കേസിലും അത് തന്നെ ചെയ്യാനാണ് ചാൻസ്. നമുക്കിപ്പോൾ ക്രെറ്റയിൽ അത്യാവശ്യം നല്ലൊരു മോഡേൺ ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് ഈ പുതിയ മോഡലിൽ കിട്ടുന്നത്. ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം ഡ്യുവൽ ടോൺ ക്യാബിനൊക്കെയാണ് വരുന്നത്. മിക്കവാറും ഇതിൻ്റെ അകത്ത് അവർ നേരത്തെ പിടിച്ച പോലെ ഒരു ടാൻ ആൻഡ് ബ്ലാക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കളർ കോമ്പിനേഷൻ പിടിക്കുമായിരിക്കും. അല്ലാണ്ട് ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ സെയിം ആയിരിക്കാനാണ് ചാൻസ്. പിന്നെ ഫീച്ചേഴ്സും നമുക്ക് നേരത്തെ എൽക്കസാറിലുണ്ടായിരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഇപ്പം ക്രെറ്റയിലേക്കും കൂടെ അവർ ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പുതിയ 10.25 ഇഞ്ചസിൻ്റെ ഇൻസ്റ്റോൺ ലിസ്റ്റ് ഇതൊക്കെ ആദ്യം എൽക്കസാറിലാണ് വന്നത്. അതുപോലെ 360 ക്യാമറ, പിന്നെ നമുക്ക് ഈ ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എൽക്കസാർ ഇറക്കിയ സമയത്ത് അവർ സ്പെഷ്യലായിട്ട് കൊടുത്ത ഫീച്ചേഴ്സ് ആയിരുന്നു അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിർത്താനായിട്ട്. ഇപ്പോൾ നമുക്കത് ക്രെറ്റയിൽ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ
അവർ അൽക്കസാറിൽ എന്താണ് അഡീഷണൽ കൊടുക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അടുത്ത് നമുക്ക് ക്രെറ്റയിൽ കിട്ടിയ എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അതൊന്നും അവർ മിസ് ചെയ്ത് കളയാൻ പോകുന്നില്ല. ഇനി സെൽട്ടോസിലൊക്കെ കണ്ടതുപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് കൂടുതൽ കൊടുത്താലായി, അത്രേ ഉള്ളൂ. ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസിലേക്ക് വരുന്നതിന് മുമ്പ് പ്ലാറ്റ്ഫോം സെയിം ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ കമ്പനികളൊന്നും പ്ലാറ്റ്ഫോം മാറ്റാറില്ല. ഇപ്പോൾ പിന്നെ ജനറേഷൻ അപ്ഡേറ്റിലും പ്ലാറ്റ്ഫോം മാറ്റുന്നത് മാരുതി സുസുക്കി ആ ഒരു ട്രെൻഡ് ഉപേക്ഷിച്ചിട്ടുണ്ട്. അവരിപ്പോൾ സ്വിഫ്റ്റ് ജനറേഷൻ പുതിയത് മാറ്റിയതിൽ പ്ലാറ്റ്ഫോമിൽ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. എനിവേ ഈ വാഹനത്തിലും നമുക്ക് സെയിം K2 പ്ലാറ്റ്ഫോം തന്നെയാണ് വരുന്നത്. i20 ക്രെറ്റ ഇതൊക്കെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എഞ്ചിൻ ഓപ്ഷൻസ് അവിടെയും അവരങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ വണ്ടി ആക്ച്വലി ഇറങ്ങിയ സമയത്ത് 2 ലിറ്റർ എണ്ണ പെട്രോൾ വെച്ചും അതുപോലെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ വെച്ചായിരുന്നു അവർ ഇറക്കിയത്. പക്ഷേ അതിനുശേഷം ഏകദേശം 2 വർഷത്തിനുള്ളിൽ നമ്മുടെ 2023 ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും എഞ്ചിൻ അവർ മാറ്റിയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 1.5 ലിറ്റർ TGD എഞ്ചിൻ, അതായത് നമ്മളിപ്പം വെർണയിലും ക്രെറ്റയിലൊക്കെ കാണുന്ന അതേ എഞ്ചിൻ. ഇത് ശരിക്കും വെർണയിലും ക്രെറ്റയിലും വരുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഇവർ അൽക്കസാറിലൊക്കെ കൊടുത്തതാണ്. ഈവൻ കാരൻസിലും അതിന് മുമ്പ് വന്നതാണ്. സോ പവറൊക്കെ സെയിം ആണ്. 160 PS അതുപോലെ 253 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് DCT ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട്. പിന്നെ മാനുവൽ ഉണ്ട് 6 സ്പീഡ്. അതുപോലെ ഡീസൽ ആണെങ്കിലും ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് 6 സ്പീഡിൽ കിട്ടുന്നുണ്ട്. ആൻഡ് അവിടെ നമുക്ക് 6 സ്പീഡ് പാനൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ക്രെറ്റ എടുക്കുന്ന പോലെ വോളിയം സെയിൽസിൻ്റെ കാര്യത്തിൽ അൽക്കസാർ അങ്ങനെ ഭയങ്കര ടോപ്പ് ചെയ്ത് നിന്നിരുന്ന വണ്ടിയൊന്നും അല്ലായിരുന്നു. ഇനീഷ്യലി ഇറങ്ങിയ സമയത്ത് 3000 ആ റേഞ്ചിലൊക്കെ അത് വിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറഞ്ഞു 1500 2000 അതിൻ്റെ ഒരു ഇടയിലൊക്കെയാണ് ഈ വണ്ടിക്ക് മിക്കവാറും സെയിൽ കിട്ടാറുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു സെയിൽസ് സക്സസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇനീഷ്യലി അത്യാവശ്യം നല്ല ഹൈ പ്രൈസ് പോയിന്റിലായിരുന്നു അവർ ഈ വാഹനം ചാർജ് ചെയ്തിരുന്നത്. ഇപ്പോൾ പിന്നെ ക്രെറ്റയുടെ പ്രൈസ് തന്നെ ടോപ്പ് 20 ലക്ഷം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഒബ്വിയസ്ലി ഇതിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റ് ഇറങ്ങുന്ന സമയത്ത് പ്രൈസ് തീർച്ചയായും കൂടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആക്ച്വലി അൽക്കസാർ അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആണ് നമ്മൾ ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇതിൻ്റെ ടോപ്പ് എൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 21.3 lakhs വരെ പോകുന്നുള്ളൂ. എന്ന് വെച്ചാൽ ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1.3 lakhsനടുത്ത് മാത്രമേ അതിന് കൂടുതൽ എമൗണ്ട് വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിൽ നമുക്ക് ഇത്തിരി കൂടെ ലക്ഷറീസ് ആയിട്ടുള്ളൊരു വണ്ടി കിട്ടും. 6 സീറ്റർ കൺഫിഗറേഷൻ വേണമെങ്കിൽ കിട്ടും. നടുവിൽ നമുക്ക് ക്യാപ്റ്റൻ സീറ്റ്സ് ആയിരിക്കും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നടുവിൽ അവർ വയർലെസ് ചാർജിങ് പാഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു 6 സീറ്റർ മോഡൽസിൽ. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജേണിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ്. പുതിയ മോഡലും അത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ബാക്കിൽ നമുക്കൊരു ചെറിയ ട്രേ പോലെയൊക്കെ ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആവശ്യം വരാനോ ഉപയോഗിക്കാൻ. പിന്നെ നിങ്ങൾ സ്പെസിഫിക്കലി തേർഡ് റോയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു വാഹനം എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ തേർഡ് റോയിൽ അങ്ങനെ ഒരുപാട് സ്പേസ് ഒന്നുമില്ല. ഒരു പക്ഷേ സഫാരി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ കൂടുതൽ സ്പേസ് കിട്ടുമായിരിക്കും. അതുപോലെ തന്നെ ഹൈക്രോസ് ഉണ്ട്. ഹൈക്രോസ് പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ 21.3 lakhs ഇനി പുതിയ വരാൻ പോകുന്ന ഫേസ് ലിഫ്റ്റിൻ്റെ ടോപ്പ് എൻഡ് കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. മിക്കവാറും 23 വരെയൊക്കെ മിക്കവാറും പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അത്യാവശ്യം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണല്ലോ. എനിവേ ഗൈസ്, ഇതാണ് നമുക്കിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന ഹ്യുണ്ടായി അൽക്കസാർ ഫേസ് ലിഫ്റ്റിനെ പറ്റി പറയാൻ പറ്റുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.